ഇന്നത്തെ ഗോസ്പൽ തുടങ്ങുന്നത് തന്നെ നല്ലൊരു വാക്കോട് കൂടിയാണ്. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു. ഇതാണ് ആ വാക്ക്. പല ആവർത്തികളിൽ യേശു സംസാരിച്ചായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ പറഞ്ഞുവെന്നും അവൻ അവരെ നോക്കി സംസാരിച്ചു എന്നൊക്കെയാണ് വചനത്തിൽ രേഖപ്പെടുത്തുന്നത്. പക്ഷെ അപൂർവമായ ചിലയിടങ്ങളിലാണ് അവൻ ഉച്ചത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നത്. ആ ഒരിടമാണ് ഇന്നത്തെ ഗോസ്പലിൻ്റെ തുടക്കം. എന്നിട്ട് യേശു പറയുന്നത് പിതാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, പിതാവിലാണ് വിശ്വസിക്കുന്നത്. ഒരു ക്ലിയർ കണക്ഷനാണ് യേശു എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഉച്ചത്തിൽ പറഞ്ഞു. കാരണം ആരും കേൾക്കപ്പെടാതിരിക്കാൻ പാടില്ല. ഇതെന്തുകൊണ്ടായിരിക്കും യേശു ഇത് പറഞ്ഞതെന്നറിയോ? യേശു ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. യേശു പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. യേശുവിനെ തിരിച്ചറിഞ്ഞില്ല അവർ. യേശു ചെയ്ത കാര്യങ്ങളിലൊക്കെ അവർക്കൊരു കണക്ഷൻ കിട്ടിയില്ല. ഈ കണക്ഷൻ കിട്ടാതെ പോയ മനുഷ്യരുടെ മുമ്പിലാണ് യേശു ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ എന്നെ വിശ്വസിക്കുമ്പോൾ എന്നിലല്ല, നിങ്ങൾ സ്വർഗത്തിലെ പിതാവിനെയാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ തമ്മിലാണ് കണക്ഷൻ. ഈ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവണം. മനസ്സിലായില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്നിലേക്ക് എത്താൻ പറ്റില്ല. ഇതാണ് യേശുവിൻ്റെ എല്ലാ കാലത്തുമുള്ള സങ്കടം. അവൻ ചെയ്ത കാര്യങ്ങളിൽ അവർക്ക് സ്വർഗമായിട്ടൊരു കണക്ഷൻ കിട്ടിയില്ല. ആ കണക്ഷൻ കിട്ടാത്തതിൻ്റെ പേരിലാണ് അവർ യേശുവിനെ കൊന്നു കളഞ്ഞത്. നമ്മൾ ഓർക്കണം, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ആളുകൾ എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്നറിയോ? നമുക്ക് ദൈവത്തിലേക്കുള്ള കണക്ഷൻ അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. നമുക്ക് ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് മനസ്സിലാവും. ചിലരൊക്കെ നല്ലത് ചെയ്തിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നില്ലേ? ഓർക്കണം, നമുക്ക് ക്രിസ്തുവിൻ്റെ അവസ്ഥയാണ്. കാര്യം നമ്മൾ നല്ലത് ചെയ്യുന്നു, പക്ഷെ അവർക്ക് നമ്മുടെ ഇൻറ്റൻഷൻ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവർ നമ്മളെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ച് പറയണം, ക്രിസ്തു പറഞ്ഞ പോലെ, ഞാനും മുകളിലെ ഒരാളുമായിട്ട് നല്ല കണക്ഷനിലാണ്. ഈ കണക്ഷൻ പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലം നിങ്ങളെ ഓർക്കും. അങ്ങനെ ഓർത്ത മനുഷ്യരെയാണ് സഭയിൽ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.